ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഫിഷ് കട്ടിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. വലിയ മീനൊക്കെ കിട്ടിയാൽ നമുക്ക് എങ്ങനെ കട്ട് ചെയ്തെടുക്കാമെന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഒരു ചൂരയാണ് ഞാനിന്ന് ഇവിടെ കട്ട് ചെയ്യാൻ പോകുന്നത്. 2-2.5 കിലോ വരുന്ന ഒരു ചൂര. അപ്പോൾ വലിയ മീനൊക്കെ കിട്ടിയാൽ നമുക്ക് എങ്ങനെ കട്ട് ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, എങ്കിലും അറിയാത്തവരായിട്ട് കുറച്ച് പേരുണ്ടല്ലോ, അവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണേ. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ ഒന്ന് ഫോളോ ചെയ്യണേ. അപ്പോൾ ഇതാ നമ്മുടെ മീനെടുത്തിട്ട് ഈ ചിറകുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയണം ആദ്യം. അത് മീൻ വെട്ടുന്ന കത്രിക വെച്ചോ നമ്മുടെ കത്തി വെച്ചോ നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ രണ്ട് ഭാഗത്തെ ചിറകുകളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി നമുക്ക് ഈ വിരുമ്പ് രണ്ട് സൈഡിലും വിരുമ്പ് ഒന്ന് പിച്ചാത്തി വെച്ച് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കളയുക കേട്ടോ. വിരുമ്പ് കട്ട് ചെയ്ത് കളഞ്ഞാൽ പിന്നെ ഇതാ ഈ സ്കിന്ന് എടുക്കാൻ നല്ല എളുപ്പമാണ് കേട്ടോ. ആ കട്ട് ചെയ്ത ഭാഗത്ത് നിന്ന് ചെറുതായിട്ടൊന്ന് അതിൻ്റെ തോലിൽ പിടിച്ചിട്ട് ഒന്ന് വലിച്ചു കൊടുത്താൽ മതി. പാട പോലെ നമുക്ക് തൊലി വിരിച്ചെടുക്കാൻ പറ്റും. കണ്ടില്ലേ? അപ്പോൾ മറുഭാഗത്തും ഇതുപോലെ തന്നെ ചെയ്യുക. അതിൻ്റെ സ്കിന്നിൻ്റെ ഭാഗം കട്ട് ആയി വന്നില്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുക കേട്ടോ. എന്നിട്ട് അവിടെ വെച്ച് നമുക്ക് തൊലി ഇതുപോലെ പിടിച്ച് വലിച്ച് കളയാം. നന്നായിട്ട് ഇളകി വരും. ചെറുതായിട്ടൊന്ന് വലിക്കുമ്പോൾ തന്നെ പാട പോലെ ഇളകി വരും കേട്ടോ. നമ്മൾ ഈ ചൂരയുടെയൊക്കെ തൊലി കളഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പകുതി ജോലി കഴിഞ്ഞു. അപ്പോൾ ഇതാ തൊലിയെല്ലാം വിരിച്ച് കളഞ്ഞു. ഇനി നമുക്ക് തലയുടെ ഭാഗം വെച്ച് കട്ട് ചെയ്തെടുക്കാം. തല നമ്മൾ എടുക്കും കേട്ടോ. അപ്പോൾ തല എടുക്കാത്തവർക്ക് ഇതുകൂടെ അങ്ങ് കളയാം. അപ്പോൾ തല എടുത്തതിന് ശേഷം അതിൻ്റെ സൈഡിലുള്ള ആ ചെതുമ്പലൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് കത്തി കൊണ്ട് നീക്കി കളയണമേ. അപ്പോൾ കൊച്ചുമക്കളൊക്കെ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്യുന്ന സമയത്ത് സൂക്ഷിച്ച് ചെയ്യണം, അല്ലെങ്കിൽ കൈമുറിയും. അപ്പോൾ ഇതാ നമ്മുടെ തല നന്നായിട്ടൊന്ന് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കൊങ്ങയുടെ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ കൊങ്ങയുടെ ഭാഗവും ഒന്ന് കട്ട് ചെയ്ത് നീക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെവിളപ്പൂവ് ഒന്ന് വലിച്ച് കളയണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ചെവിളയുടെ ഭാഗത്ത് വെച്ച് അതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ആ വായുടെ ഭാഗത്ത് പല്ലെല്ലാം കൂടി നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് കളയാവേ. അതാ നമ്മുടെ തല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മീനൊന്ന് വട്ടത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. ആദ്യം വാലൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ എത്ര ആണ് നമ്മുടെ കഷ്ണത്തിൻ്റെ വലിപ്പം അനുസരിച്ച് നമ്മുടെ മീൻ വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻ ഞാൻ എന്താ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ കഷ്ണങ്ങളെല്ലാം ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് വേസ്റ്റ് നമുക്ക് കൊണ്ട് കളയാവേ. അപ്പോൾ ഇതാ വേസ്റ്റൊക്കെ കളഞ്ഞു. ഇനി നമുക്ക് ഈ മീൻ ഒന്ന് രണ്ടായിട്ടൊന്ന് പിളർന്നെടുക്കണം. നമ്മൾ വട്ടത്തിന് കട്ട് ചെയ്തത് രണ്ടായിട്ട് പിളർന്നെടുക്കുക. അപ്പോൾ നമ്മൾ വെട്ടത്ത് വെട്ടിയിട്ട കഷ്ണങ്ങൾ രണ്ടായിക്കുമ്പോൾ ഒരു ഭാഗത്ത് മുള്ളോട് കൂടി ഒരു ഭാഗത്ത് മുള്ള് ഇല്ലാതെയുമാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ മുള്ളില്ലാത്ത ഭാഗം ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് പകുതിയുടെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ ദാ ഇതിൻ്റെ കറുപ്പൊക്കെ അങ്ങ് ഇതുപോലെ ഈ എല്ലിൻ്റെ ഭാഗത്തിരിക്കുന്ന കറുപ്പൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് നീക്കം ചെയ്യണം. അപ്പോൾ അതാ ഇതുപോലുള്ള കറുപ്പ് ഒക്കെ രക്തം കട്ടി പിടിച്ചിരിക്കുന്നതാണ്. അതൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് വലിച്ച് കളയണം. അതാ നമ്മുടെ വട്ടത്തിൽ വെട്ടിയിട്ട മീനൊക്കെ ഞാൻ എന്താ രണ്ടാക്കി എടുത്തേ. അതിൻ്റെ കറുപ്പൊക്കെ നീക്കം ചെയ്തിട്ടുണ്ട്. മീനിൽ നല്ലൊരു പരുവുണ്ടായിരുന്നേ. ചില നാട്ടിൽ ഇതൊരു പരിഞ്ഞിൽ എന്നൊക്കെയാണ് പറയുന്നത്, നമ്മുടെ നാട്ടിൽ പരു എന്നൊക്കെ പറയും. അപ്പോൾ അതൊക്കെ നീക്കം ചെയ്തിട്ട് നമുക്ക് മീൻ ഒന്ന് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വെള്ളത്തിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇനി നമുക്കിത് കഷ്ണങ്ങളാക്കി എടുക്കണം. ആദ്യം ഒരു വെള്ളം കഴിയതിന് ശേഷം പിന്നെ നമുക്ക് കഷ്ണങ്ങളാക്കി എടുക്കാം. നമ്മൾ ആദ്യമേ കഷ്ണങ്ങളാക്കി എടുത്താൽ കഴിവും തോറും നമുക്ക് ഈ മീൻ അതിൻ്റെ
ചതയൊക്കെ ഇളകി പോകും കേട്ടോ. അതുകൊണ്ട് 2-3 വെള്ളം കഴിയതിന് ശേഷം ലാസ്റ്റ് ആണ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കേണ്ടത്. അല്ലെങ്കിൽ മീൻ നന്നായിട്ട് പിരിന്ന് ഒരുമാതിരി ഈ ചതയൊക്കെ ഒന്ന് വേറിട്ട് പോകും കേട്ടോ. അപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ കട്ട് ചെയ്തെടുക്കാവൂ. നമ്മുടെ ഇപ്പോഴത്തെ തലമുറയ്ക്ക് മീനൊന്നും ഇതുപോലെ വലിയ മീനൊന്നും കട്ട് ചെയ്യാൻ പറ്റില്ല. അവർക്ക് വേണ്ടിയുള്ളൊരു ഇതാണ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ. ബാച്ചിലേഴ്സായിട്ടൊക്കെ കഴിയുന്നവർക്കൊക്കെ ഇത് പ്രയോജനപ്പെടും. അപ്പോൾ മുള്ള് നമുക്ക് ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷമാണ് കഷ്ണങ്ങളാക്കി എടുക്കേണ്ടത്. ഇതുപോലത്തെ കറുപ്പൊക്കെ ഉണ്ടെങ്കിൽ വലിച്ച് കളയുമ്പോൾ നന്നായിട്ട് ഇളകി വരും. കണ്ടില്ലേ? ഇനി നമുക്ക് മുള്ള് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം കഷ്ണങ്ങളാക്കുക. അപ്പോൾ അതാ മീനെല്ലാം കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് കഴുകിയെടുത്താൽ മതി. ഇനി ഒരു 2 വെള്ളവും കൂടി നമുക്കിത് കഴുകിയെടുക്കുമ്പോൾ നമ്മുടെ മീൻ നന്നായിട്ട് വൃത്തിയായി കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു മീൻ കിട്ടിയാൽ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോഴത്തെ തലമുറയിലുള്ള മക്കൾക്കൊന്നും ഇതുപോലെ വലിയ മീൻ കിട്ടിയാൽ കട്ട് ചെയ്ത് എടുക്കാൻ അറിയില്ല കേട്ടോ. അപ്പോൾ അവർ അത് വാങ്ങിക്കില്ല. അവർ അത് കൊച്ചു മീനുകളൊക്കെ വാങ്ങിച്ചായിരിക്കും വെക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ നമ്മുടെ മീൻ മൊത്തം ഞാൻ കട്ട് ചെയ്ത് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഞാൻ 4-5 വെള്ളം കഴുകിയതിന് ശേഷം ലാസ്റ്റാണ് കട്ട് ചെയ്തെടുത്തത്. അതിനുശേഷം ഒരു 2-3 വെള്ളവും കൂടി കഴുകിയിട്ട് നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മീൻ കട്ടിങ് ഇവിടെ കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. എൻ്റെ വീഡിയോ കണ്ട് ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും വളരെയധികം നന്ദിയുണ്ട്. അപ്പോൾ ഇതുപോലുള്ള അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും താങ്ക്